ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തേതൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗ് ഉണ്ട്, പിന്നെ നല്ലൊരു അടിപൊളി ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തത്തിൽ തന്നെ കാണാൻ നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ചായ തന്നെ അങ്ങ് തുടങ്ങാം അല്ലേ. നല്ല കാര്യങ്ങളെല്ലാം ചായയിൽ തുടങ്ങുന്നതല്ലേ നല്ലത്. അപ്പോൾ രാവിലെ തന്നെ ചായയിലാക്കി ഇനിയിപ്പോൾ മോനെ മദ്രസയിലേക്ക് പറഞ്ഞേക്കലാന്ന്. അപ്പോൾ മോനെ മദ്രസയിലേക്ക് വിളിക്കുമ്പോൾ കൂടെ തന്നെ മോളും എണീച്ചിട്ട് ചായ കുടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഓനെ ഒന്ന് റെഡിയാക്കിയിട്ട് മദ്രസയിലേക്ക് പറഞ്ഞേക്കലാന്ന്. ഇനിയിപ്പോൾ കുറച്ച് പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചിട്ട് നേരെ കിച്ചണിലേക്ക് പോകണം. അപ്പോൾ ഇപ്പം തന്നെ ടൈം കുറേ ലേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ തന്നെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇറച്ചിയും ഇല്ല, മീനും ഇല്ല. ആകെപ്പാടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ സ്നാക്സ് ആക്കാൻ വേണ്ടി കുറച്ച് ചിക്കൻ മാറ്റി വെച്ചതിനും അതേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് വെച്ചിട്ടൊന്ന് റൈസ് ആക്കാമെന്ന്. അങ്ങനെ ഉള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം എല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് എനിക്ക് പണി തന്ന് ഗ്യാസ് തീർന്ന് അപ്പോൾ മാറ്റിയിട്ട് പുതിയ സിലിണ്ടറിലിട്ട് എന്നിട്ട് പിന്നെ ഞാൻ റൈസിനുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബസുമതി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ടൈമിൽ മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ചിക്കൻ എടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞളും കൂടി ഒന്ന് പുരട്ടി വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ചിക്കൻ ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാന്ന്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ അരിയെല്ലാം കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഊറ്റിയിട്ടെടുക്കണം. അപ്പോഴേക്ക് ചിക്കന് ഫ്രൈ ആയി വന്നതിന് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റാം. അങ്ങനെ വല്ലാണ്ട് ഫ്രൈ ആകണ്ട, ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് തന്നെ ഞാൻ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് എണ്ണയിലേക്ക് മൂപ്പിച്ചതിന് ശേഷം പിന്നിലേക്ക് ഉള്ളി ഇട്ടിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെജെല്ലാം ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കലാന്ന്. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അതിനിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കലാന്ന്. അതിനിപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ റൈസും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ റൈസ് ഇട്ടിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ടെടുക്കലാന്ന്. അപ്പോൾ എല്ലാം മൊത്തത്തിൽ ഇളക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടിയിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടൈമൊന്നും ഇല്ലാത്ത ടൈമിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് ആയത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനിയിപ്പോൾ മക്കൾക്കെല്ലാം ഒന്ന് തിന്നാൻ വേണ്ടി കൊടുക്കലാന്ന്. അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ ഇതന്നെ തിന്നോളൂ. ഇനിയിപ്പോൾ അവരെ ടിഫിനെല്ലാം ഒന്ന് ആക്കി കൊടുക്കലാന്ന്. ഇനിയിപ്പോൾ മക്കളെല്ലാം ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് പറഞ്ഞേക്കണം. അപ്പോൾ മോളെല്ലാം ഇവിടെ റെഡി ആയിന്. മക്കളെല്ലാം ഞാൻ പറഞ്ഞയച്ച്. ഇനിയിപ്പോൾ ഇത് പിന്നെ ഒരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോക്കാന്ന് അനക്കും മക്കൾക്കും. പിന്നെ നല്ലതുണ്ടെങ്കിൽ നമ്മളെ പെട്ടിയിൽ എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ കൂടി വാങ്ങണം. അപ്പോൾ നമ്മുടെ കണ്ണൂർ ഭാഗമെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടിയും തുണിയും എടുക്കും, ഓൾക്ക് കൊടുക്കും. പിന്നെ ഓളെ റിലേറ്റീവ്സിനും മീൻസ് ഉമ്മ, ഉപ്പ, ഉമ്മാൻ്റെ അനിയത്തിമാർ, ഓളനിയത്തി, അങ്ങനെ കുറച്ച് പെട്ടി തുണിയും എടുക്കും. അപ്പോൾ അതുകൂടി നോക്കാൻ ചെയ്യില്ല നമ്മളങ്ങനെ പോയതാണ്. പിന്നെ ചമയ്ക്കുന്ന ഡ്രസ്സും എടുക്കണം. പിന്നെ അനക്കും 4 മക്കൾക്കും എടുക്കണം. അപ്പോൾ ഉമ്മയുണ്ട് ഒപ്പരം. അപ്പോൾ ഞാനിങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പം ഉമ്മാനെയും കൂടി കൂട്ടും. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ മക്കൾക്ക് പെൺകുട്ടിയൊക്കെ എടുക്കുന്ന സെക്ഷനിലേക്കാണ് പോയിരുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻസ് എല്ലാം ഉണ്ട്. മെയിനായിട്ട് ഫാമിലിയിൽ വരുന്ന കാര്യം എന്ന് വെച്ചാൽ പെൺകുട്ടികളെ നല്ല അടിപൊളി ഡ്രസ്സ് ഉണ്ടാവും ഇവിടെ. ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും. അത്യാവശ്യം റേറ്റൊക്കെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ളത് ഉണ്ടാവും.
അതിൻ്റെ ഇടയ്ക്ക് മോളിങ്ങനെ ഓരോന്നെടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇതെടുത്തോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ കല്യാണത്തിനെല്ലാം ആയതുകൊണ്ട് തന്നെ കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സാണ് നോക്കുന്നത്, കുറച്ച് കല്ലെല്ലാം ഉള്ള. അങ്ങനെ നമ്മൾ മൊത്തമായിട്ട് അങ്ങനെ തിരഞ്ഞെടുക്കലാന്ന്. ഇപ്പോൾ വന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരു തലപ്പിരാന്താകുന്നൊരു കാര്യമാണ് നമ്മൾ 3-4 ഡ്രസ്സ് എടുത്ത് പോക്കെന്ന് വെച്ചാൽ. അതുകൊണ്ട് തന്നെ എൻ്റെ മാപ്പിള വരില്ല, നീ എങ്ങനെയെങ്കിലും പോട്, ആങ്ങളിനെ കൂട്ടിപ്പോട് എന്ന് പറഞ്ഞിട്ട് പൈസ തരികയും ചെയ്യും. അതാകുമ്പോൾ കുറേ ടൈമിൽ ഇങ്ങനെ പരതി നിൽക്കേണ്ടി വരും, അതിനൊന്നും മൂപ്പർക്ക് ക്ഷമയുണ്ടാവില്ല. അപ്പോൾ ഉമ്മാനെ കൂട്ടിയാൽ പിന്നെ ഉമ്മ പെട്ടെന്ന് നമുക്ക് ഓരോന്ന് സെലക്ട് ആക്കി തരും. അപ്പോൾ മോൾക്ക് അങ്ങനെ ഒരുവിധം ശരിയായിട്ടുണ്ട്. മക്കൾക്ക് 2 ആയി. ഇനിയിപ്പോൾ മോനിക്കുള്ളത് നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുതിയ പെണ്ണിൻ്റെ ഗൗണെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ ഓക്കുള്ള നമ്മൾ 2ാമത് തക്കാരത്തിന് ചമയിക്കുന്ന ഒരു ഗൗൺ ഇടുന്നെടുത്തിട്ടുണ്ട്. പിന്നെ വേറൊന്നും ഇടുന്നെടുത്തിട്ടില്ല. അതിനിപ്പോൾ മോനിക്ക് എടുത്ത് പിന്നെ ഉമ്മാക്കൊരു കട്ട് പീസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എടുക്കലാന്ന് നമ്മൾ. അങ്ങനെ നമ്മളെ 5 ആളതും കിട്ടി. ഇനിയിപ്പോൾ ബില്ലാക്കാൻ വേണ്ടി വരുത്താന്ന്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കയറീന്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല കളക്ഷനെല്ലാം ഉണ്ട്. അങ്ങനെ ചെറിയ മോക്ക് ഒരു ഷൂ വാങ്ങി, എനിക്ക് ഷൂ വാങ്ങി, ചെരുപ്പ്, അങ്ങനെ നമുക്ക് വേണ്ടുന്നെല്ലാം വാങ്ങീന്. ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞതാ നമ്മൾ ബില്ലാക്കലാന്ന്. അപ്പോൾ ചെരുപ്പിൻ്റെ അവിടെ തന്നെ സെപ്പറേറ്റ് ബില്ലാന്ന്. ഇനിയിപ്പോൾ തുണിൻ്റെ ഇവിടെ ബില്ലാക്കിയിട്ട് നമ്മൾ തിരിച്ച് പോക്കാന്ന്. തിരിച്ച് പോകുമ്പോഴേക്ക് മഗ്‌രിബെല്ലാം കഴിഞ്ഞ് രാത്രി ആയിന്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.